20 MI-8 ആൻഡ് MI-17 ഹെലികോപ്റ്ററുകള് ഇറാൻ റഷ്യയിൽ നിന്നും വാങ്ങാൻ പോവാണ്. 2027 കൂടെ ഈ 20 ഹെലികോപ്റ്ററുകളും അല്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും ഇറാന്റെ ആർമിയുടെ ഭാഗമായിട്ട് ചേരും എന്നുള്ളതാണ് ഇപ്പൊ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇബ്രാഹിം സുൽഫിക്കാരിയുടെ എക്സ്പോസ്റ്റിലാണ് ഈ ഒരു സാധനം ആദ്യം വന്നിരിക്കുന്നത്. ഇറാൻ ഹാസ് സൈൻഡ് എ ഡീൽ ടു പ്രൊക്യൂർ 20 Russian made MI-8 and MI-17 helicopters for use in emergency response air ambulance missions, firefighting and search and rescue operations. The first aircraft have already been contracted with the full fleet scheduled for delivery by March 2027. മാർച്ച് 2027 മുന്നേ ഈ 20 ഹെലികോപ്റ്ററുകളും ഇറാന്റെ ആർമിയുടെ ഭാഗമായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലെ ഈ MI-8 എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പറക്കുന്ന ട്രക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ പറയുന്ന പട്ടാളക്കാരൊക്കെ കൊണ്ടുപോകാനും അതേപോലെ തന്നെ റെസ്ക്യൂ മിഷനും പിന്നെ അതേപോലെ തന്നെ ഈ ഫയർ ഒക്കെ എവിടെയെങ്കിലും തീപിടുത്തൊക്കെ ഉണ്ടായാൽ അത് അണക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ MI-17 അങ്ങനെയല്ല. MI-17 കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. ഇനി ഇത് തന്നെ ആക്ച്വലി MI-28 എന്ന് പറയുന്ന ഇതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനും കൂടെ ഇറാന്റെ ഫ്ലീറ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാൻ പക്ഷെ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇറാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫയർ ഫൈറ്റ്, ഒന്നാമത് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞില്ലെന്ന് അത് കെടുത്താൻ വേണ്ടിയിട്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റെസ്ക്യൂ ഓപ്പറേഷന് എയർ ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇറാൻ പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ വാറിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ മിക്കവാറും ഈ 20 വാങ്ങുന്നതിന്റെ റീസൺ അല്ലെങ്കിൽ മിക്കവാറും ഇത് ഉപയോഗിക്കുക മലനിരകളിലുള്ള IRGCയുടെ ഈ ഷോൾഡറിൽ വെച്ച് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്ന ടീമുകൾക്ക് അവർക്ക് വേണ്ട സപ്ലൈ എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ മിക്കവാറും ഇത് യൂസ് ചെയ്യുക. ഈ ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറ് മോഡേൺ വാർഫെയർ കഴിഞ്ഞപ്പോ പല കാര്യങ്ങളും ഇറാന് ബോധ്യം വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മലനിരകളാൽ ചുറ്റപ്പെട്ട് പല തരത്തിലുള്ള മലമടക്കുകൾക്കിടയിലാണ് ശരിക്കും ഇറാനുള്ളത്. ഇറാന്റെ അകത്ത് മൊത്തം മലകളാണ്. അപ്പോ റോഡ് മാർഗം ഈ പറയുന്ന ഈ മിസൈലുകളും അതേപോലെ തന്നെ വേണ്ട ഫയർ ഈ പറയുന്ന എക്യുപ്മെന്റുകളൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് ദിവസങ്ങളോളം പിടിക്കും. അപ്പോ ഒരു വാറിന്റെ ഏരിയയിൽ വാർ നിലനിൽക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ ഇവർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇത്ര എണ്ണത്തിന് വാങ്ങുന്നത്. അത് മാത്രമല്ല ഇവർക്ക് ഇതിന് സ്ട്രോങ് ആയിട്ടുള്ള വേറെ റീസൺ കൂടെ ഉണ്ട്. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് 2024 ഇബ്രാഹിം റൈസി, അതായത് ഇവരുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട് അത് കത്തിപ്പോയി. അന്ന് ആ പ്രസിഡന്റ് അടക്കം അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അന്ന് അവര് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിന്റെ പഴക്കം അതേപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ഫ്ലീറ്റിന്റെ ഒരു മെയിന്റനൻസ് ഇല്ലായ്മ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആക്ച്വലി അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം സെർച്ച് ആൻഡ് റെസ്ക്യൂ, VIP ട്രാൻസ്പോർട്ട്, ദുരന്ത നിവാരണം എന്നിവകൾക്കായിട്ടുള്ള ഇറാന്റെ ഹെലികോപ്റ്ററുകളുടെ ആവശ്യം യഥാർത്ഥത്തിലും വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം അവരുടെ മുന്നിലുണ്ട്. അതായത് ഇപ്പോ ലോകത്തിന് മുന്നിൽ ഇപ്പൊ അമേരിക്ക തന്നെ പറയണത് നിങ്ങൾ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എന്ന് പറയുന്ന സമയത്ത് അതല്ല, ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൗണ്ടും റീസണും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇറാന് ശരിക്കും പറയാൻ പറ്റും. പക്ഷെ അവിടെ മാത്രം അത് ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഹോർമൂസിന്റെ തീരത്തുള്ള ദ്വീപുകളിലേക്ക് ഈ പറയുന്ന രീതിയിലുള്ള പട്ടാളക്കാരെ എത്തിക്കാനും ആയുധങ്ങൾ എത്തിക്കാനും അവിടെ നിന്നുള്ള പട്ടാളക്കാരെ റെസ്ക്യൂ ചെയ്യാനൊക്കെ യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ ഹെലികോപ്റ്ററുകൾ ആവശ്യമാണ്. അതായത് കഴിഞ്ഞ യുദ്ധത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ എയർ എത്രത്തോളം എന്താ പറയാ ഫ്രജൈലാണ്, എത്രത്തോളം ഈ അമേരിക്കക്കും ഇറാനും ഇസ്രായേലിനും ഓപ്പൺ ആണ് എന്നുള്ളത്. പക്ഷെ ആ ഓപ്പൺനെസ്സിലും അവർ ശക്തമായിട്ട് ചെറുത്ത് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ ഭൂമിശാസ്ത്രമാണ്. മലനിരകള്, മരുഭൂമികള്, അതേപോലെ തന്നെ ഒരുപാട് അതിർത്തി പ്രദേശങ്ങൾ ഇവർക്കുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ റോഡ് മാർഗ് എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അസർബൈജാനില് ഇസ്രായേല് രഹസ്യമായിട്ട് ഇരുന്നിട്ട് ഇറാന് മേലെയുള്ള ഇറാനെതിരായിട്ടുള്ള പണി എടുത്തിട്ടുണ്ട്. അസർബൈജാനെ കേന്ദ്രീകരിച്ചിട്ട് അസർബൈജാന്റെ 60 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമുള്ള ഇറാന്റെ ചില
നഗരങ്ങളെയൊക്കെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വാർത്തയും കൂടെ ഇതിന്റെ ഇടയ്ക്ക് പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഈ പ്രദേശങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ വേണം. അത് തന്നെ MI-17 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ. ഇത് ആക്ച്വലി പറക്കുന്ന ഒരു ട്രക്കാണ്. 10-30ഓളം ആൾക്കാരെ വഹിച്ചുകൊണ്ട് പോവാനും അതേപോലെ തന്നെ ആയുധങ്ങൾ കൊണ്ടുപോകാനും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഫയറിങ്ങുകൾ നടത്താനും അതേപോലെ തന്നെ ഗ്രൗണ്ടിലുള്ള ആർമികൾക്ക് ഒരു കവറായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഹെലികോപ്റ്റർ ആണ് ഈ പറയുന്ന MI-17 എന്ന് പറയുന്നത്. MI-28 എന്ന് പറയുന്നത് ആക്ച്വലി പക്ക അറ്റാക്കിംഗ് ഹെലികോപ്റ്റർ ആണ്. 2 പേർക്ക് മാത്രമേ അതിൽ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ, ഒരു പൈലറ്റും പിന്നെ ആയുധങ്ങൾ കൺട്രോൾ ചെയ്യുന്ന വേറൊരാളും. അപ്പൊ ഇത് ഇറാന്റെ ഫ്ലീറ്റിന്റെ ഭാഗമായിട്ട് ഓൾറെഡി ഉണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള വാർത്തകൾ ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ 20 എണ്ണം കൂടെ അവർ വാങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ മലനിരകളിലേക്ക് സൈനികരെ എത്തിക്കാൻ, പരിക്കേറ്റവരെ ഒഴിപ്പിക്കാൻ, അതിർത്തി പോസ്റ്റുകളിലേക്കുള്ള സപ്ലൈ, അതായത് ആയുധങ്ങൾ സപ്ലൈ ചെയ്യാനും ഇറാൻ ഇത് ഉപകാരപ്പെടുന്നുള്ളതാണ്. ഇനി യുദ്ധകാലത്ത് എന്ന് പറയുന്നത് ശരിക്കും MI-17 എന്ന് പറയുന്നത് ഒരു പറക്കുന്ന ആംബുലൻസ് പോലെ തോന്നുമെങ്കിലും യുദ്ധത്തിലേക്ക് വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ 30 സൈനികരെ വരെ കൊണ്ടുപോകാൻ പറ്റും. കമാൻഡോകളെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇറക്കാൻ പറ്റും, വെടിക്കോപ്പുകൾ എത്തിക്കാൻ പറ്റും, ഡ്രോണുകൾ, റഡാറുകൾ, മിസൈലിന്റെ ഭാഗങ്ങൾ എന്നിവ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ MI-17 ഒരു പറക്കുന്ന ട്രക്കാണെന്ന് പറയുന്നത്. അതായത് ഇറാന്റെ ഏറ്റവും വലിയ ശേഷി എന്ന് പറഞ്ഞാൽ മിസൈലാണ്, മിസൈൽ ശേഖരമാണ്. അപ്പൊ അത് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം, പല ലോഞ്ചിങ് പാഡുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് MI-17 പോലെയുള്ള ഹെലികോപ്റ്ററുകളാണ്. ഹൈലി കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം തന്നെ എന്നുള്ളതാണ്. ഇപ്പൊ MI-17 വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക എയർ ഇൻടേക്കിന്റെ അവിടെ പ്രത്യേക തരത്തിലുള്ള ഫിൽറ്ററുകൾ, അങ്ങനെ കുറച്ച് പരിപാടികൾ യഥാർത്ഥത്തിലുണ്ട്. ഇതിന്റെ ബാക്കിലുള്ള റോട്ടറി, ആ ടെയിലുള്ള ആ ഒരു ഫാനിൽ വരുന്ന ലീഫിലൊക്കെ വരുന്ന വ്യത്യാസം, അങ്ങനെ കുറച്ചധികം വ്യത്യാസങ്ങൾ ഉണ്ട് ഇതിന് യഥാർത്ഥത്തിൽ ഈ ഒരു ഹെലികോപ്റ്റർ എന്നുള്ളതാണ്. അപ്പോ അമേരിക്കയുടെ ഉപരോധം കാരണം ശരിക്കും യൂറോപ്പ് എന്നുള്ള ഇത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾക്ക് അവർക്ക് വാങ്ങാൻ പറ്റില്ല, അപ്പാഷ് ഹെലികോപ്റ്റർ ഒന്നും വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവർ എന്ത് ചെയ്യുന്നത്, ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഈ തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല 300 ബില്യൺ ആണ് കിട്ടാൻ പോകുന്നത്. ഒരു ഹെലികോപ്റ്ററിന് എങ്ങനെ വന്നു കഴിഞ്ഞാലും അത്രയൊന്നുമില്ലല്ലോ, മില്യൺസ് ആയിരിക്കും ഒരു ഹെലികോപ്റ്ററിന് മിക്കവാറും വരികയാണെങ്കിൽ തന്നെ ഉണ്ടാവുക. അപ്പൊ 300 ബില്യൺ കിട്ടുമ്പോ അതിൽ നിന്നും ഇനി എന്തെല്ലാം ആയുധങ്ങളും എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളും ഇസ്രായേൽ സ്വായത്തമാക്കും അല്ലെങ്കിൽ വാങ്ങിക്കും എന്നുള്ളതും കൂടെ ഇനിയിപ്പൊ കണ്ടറിയണം. മാത്രമല്ല ഈ ഒരു യുദ്ധം കഴിയുന്നതോട് കൂടെ ഈ ഇറാൻ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇറാൻ എവിടേക്കാണ് ലാക്ക് ആവുന്നത്, എവിടേക്കാണ് ഇറാന് വന്നേക്കുന്ന ലൂഫോൾസ്, അതിനെങ്ങനെ ഫില്ല് ചെയ്യണം, അതിന് എന്തെല്ലാം ആവശ്യമായിട്ട് വരണം എന്നുള്ള കാര്യം കൂടെ ഇറാന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അടുത്ത ഇറാന്റെ പരിപാടി എന്ന് പറയുന്നത് ആ ലൂഫോൾസിനെ അടയ്ക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും കൂടെ വേണം ഈ പറയുന്ന 20 MI-8 MI-17 ഹെലികോപ്റ്ററുകളെ ഇറാൻ വാങ്ങുന്നതിനെ കൂടെ മനസ്സിലാക്കാൻ എന്നുള്ളതാണ്.